പാലാ നഗരത്തിൽ വീണ്ടും വെള്ളക്കെട്ടാണ്. പാലാ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് വെള്ളം കയറി. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ ഈരാറ്റുപേട്ട നഗരത്തിൽ വെള്ളം കയറിയിരുന്നു. രാവിലെ ഈരാറ്റുപേട്ട വെള്ളം ഇറങ്ങിയപ്പോഴാണ് പാലാ നഗരം വെള്ളത്തിലായത്. റംഷ CP പാലായിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റംഷ, കയറിയും ഇറങ്ങിയും തന്നെ നിൽക്കുകയാണ് പാലായിലെ വെള്ളക്കെട്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. റോഡിലൂടെ നടക്കുന്ന ആളുകൾ മുഴുവനും വെള്ളത്തിലാണ്. തീർച്ചയായും അത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലാണ്. പാലാ ബസ് സ്റ്റാൻഡിന് സമീപത്താണ്. ഇത് ഒരു റോഡാണ്, അതായത് ഈരാറ്റുപേട്ടയിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ഈ പാത നമുക്ക് കാണാം, ഒരു പുഴ പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. മീനച്ചിലാർ കരകവിഞ്ഞ് ഈ റോഡ് വഴി ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. സമീപത്തെ കടകളിലെല്ലാം അല്പം മുമ്പ് വരെ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അല്പം ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആദ്യം എത്തുന്ന സമയത്ത് മുട്ടോളം ഉണ്ടായിരുന്ന വെള്ളം ഇപ്പോൾ അത്ര വെള്ളമില്ല, അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമീപത്തെ കടകൾക്കൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഇന്നും ഉണ്ടായി എന്നതാണ്. കാരണം ഇന്നലെ ഉച്ചയോടുകൂടി ആണ് ഈ പാലാ നഗരത്തിൽ കയറിയ വെള്ളം ഇറങ്ങിപ്പോയത്. പക്ഷേ അതിനുശേഷം ഇവർ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും ഇന്ന് രാവിലെ വെള്ളം കയറി. അതോടുകൂടി ഇവർ എടുത്ത പണി എല്ലാം വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഈ സമീപത്ത് കട നടത്തുന്ന ആളുകളൊക്കെ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ക്ലീൻ ചെയ്തു, പക്ഷേ ഇന്ന് വീണ്ടും സമാനമായ രീതിയിൽ വെള്ളം വന്നല്ലേ? അതെ അതെ, ഇപ്പം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇന്ന് ഇത്തവണത്തെ വെള്ളപ്പൊക്കം ഉണ്ടായത്. എന്നാലും വലിയധികം നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കടയിലെല്ലാം വെള്ളം കയറിയോ? കടക്കകത്ത് നഷ്ടങ്ങളുണ്ടോ? കടയ്ക്കകത്ത് വലിയധികം നഷ്ടങ്ങളായിട്ട് വന്നിട്ടില്ല, അധികം കുറെ ചെളി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഇവിടെ കടയിലേക്ക് ഷട്ടറിനടിച്ച് വെള്ളം കയറി വരുന്നുണ്ടല്ലേ? അത് അത്ര വലിയ രീതിയിലില്ല, എന്നാലും ഇന്നിപ്പോൾ കുറച്ച് കുറവുണ്ടെന്ന് വേണേൽ പറയാം. താഴ്ന്ന കടകൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പോൾ മുമ്പിൽ ഒരു തിട്ട പോലെയുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ താഴ്ന്ന കടകളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ടല്ലേ? അല്ല, ഇതിപ്പോൾ പാലായിലല്ലാത്താണെങ്കിൽ തന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇത് ഒരു പ്രശ്നമുള്ളതെന്നല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതാണ് പാലായിൽ ഇത് ഈ നിലയിലുള്ള വെള്ളപ്പൊക്കം സാധാരണഗതിയിൽ ഇവർക്ക് പരിചിതമായ ഒന്നാണ്. കാരണം എല്ലാ വർഷവും ഇതുപോലെ പലതവണ വെള്ളം കയറാറുള്ളതാണ്. മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകി വരാറുള്ളതാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അതും ഇതിൻ്റെ ഒരു വലിയ ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അത് ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജനറേറ്റർ കാണാം. അതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടാണ്, പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ അത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു പാർക്കിംഗ് ഏരിയ ആണ് എന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. ആ നിലയിൽ വെള്ളം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഇപ്പോൾ സ്കൂളുകൾക്കെല്ലാം അവധിയാണ്, ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്കുമീതെ തോണി എന്ന ഒരു നിലയിലാണ് ആളുകൾ ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇവർക്കിത് ശീലമായി കഴിഞ്ഞു. എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറുന്നു, ഇറങ്ങിപ്പോകുന്നു. പലതവണ ഇത്തരത്തിൽ വെള്ളം വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നാട്ടുകാർക്കിത് ഒരു പരിചിതമായി കഴിഞ്ഞു എന്നതാണ് പാലായിലുള്ളൊരു സാഹചര്യം. നമുക്കത് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. അവർ വളരെ കൂളായി ഈ കാര്യങ്ങളെ കാണുന്നു. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുന്നു. ആ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അത് വൃത്തിയാക്കാനും ഒക്കെ ഈ നാട്ടുകാർ തന്നെയാണ് അവിടെ എത്തുകയും ഇത് ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ രാവിലെ ഇതിൻ്റെ ഈ പാലാ നഗരത്തിന് സമീപമുള്ള ആ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച വീടുകളുടെ 1-ാം നില പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവിടെ 2-ാം നിലയിൽ ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നതുകൂടിയാണ്. ആ പ്രദേശങ്ങളിൽ 31-ാം തീയതി, അതായത് വെള്ളിയാഴ്ച സമാനമായ സാഹചര്യമാണ് ഉള്ളത്. ഈരാറ്റുപേട്ടയിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴേക്കും പാലാ നഗരത്തിലേക്ക് വീണ്ടും വെള്ളം ഒഴുകിയെത്തുകയും ചെയ്തു.